പണ്ട് കാലമല്ല, പണ്ട് കാലത്തൊക്കെ പ്രായമുള്ളവർക്കറിയാം, കാരണവന്മാരും ചുമതലപ്പെട്ടവരും പോയി കണ്ട് ആലോചിച്ച് ഉറപ്പിച്ച് വരിക. അതെ, ഇപ്പം അതൊന്നും പറഞ്ഞാൽ ഏക്കുകയല്ല. ഇപ്പം പിള്ളേർ തന്നെ എല്ലാം കണ്ട് ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കി അവരാ വരുന്നത്. പിന്നെ ചില പിള്ളേർ നല്ല പിള്ളേരാണ്, അവർ വന്ന് പറയും, പാപ്പാ മാർച്ച് 12-നാ കല്യാണം, നിങ്ങൾക്ക് വരാൻ ഡേറ്റ് വല്ലോ, അങ്ങനെ വല്ലതും ചോദിച്ചാൽ അത് വലിയ മഹാഭാഗ്യം, അന്നേരം പൊക്കോണം. അല്ലെ അതും കൂടാനൊക്കുകയല്ല. വല്ലാത്തൊരു കാലമാണ്. ഞങ്ങളുടെ കുന്നുപറമ്പിലെ കൊച്ചമ്മേനോട് പറഞ്ഞ് വർത്തമാനം പറഞ്ഞു കൊടുത്തി അമ്മച്ചി പറയും, എൻ്റെ പാസ്റ്ററെ, ഈ മനുഷ്യൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പോലും ഞാൻ ഇങ്ങേരുടെ മുഖം കണ്ടിട്ടില്ല. അന്നൊന്നും നോക്കാനൊക്കത്തില്ല, കാരണവന്മാരിക്കുമ്പോൾ പുള്ളിയുടെ മുഖത്തോട്ട് നോക്കിയിരുന്ന പഴയ കാലമാണ്. ഇപ്പം അതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. അത് നിങ്ങൾ പറയും അയാളിപ്പോൾ 100 കൊല്ലം പുറകെ കിടക്കാൻ ദായിയാക്ക് വിവരമില്ലെന്നീ പറയുന്നെന്ന്. പക്ഷേ അന്ന് ഇത്രയും ഡൈവേഴ്സ് കേസും ഇല്ലായിരുന്നു. ഇന്ന് മുഖം കണ്ടു, സ്തോത്രം, പോട്ടെ ഒന്നും പറയുന്നില്ല ഞാൻ. മുഴുവൻ പ്രശ്നമാണ്. ബോധിച്ച പോലെ അല്ല, സഭയ്ക്കകത്തും ബോധിച്ച പോലല്ലേ. സഭയ്ക്കകത്തും ഇപ്പം ബോധിച്ച പോലെ. തോന്നുമ്പോൾ മരിക, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുക, ഇഷ്ടമുണ്ട് കൈയടിക്കുക, ഇല്ലേ കൈയടിക്കാതിരിക്കുക, സ്തോത്രം പറയാൻ താല്പര്യമുണ്ട്, ഇല്ലേ ഇല്ലാതിരിക്കുക, തിരുമേശ കൊണ്ടുവരുമ്പോൾ ഇഷ്ടമുണ്ട് എടുക്കുക, ബാക്കി വരുന്നത് പാസ്റ്ററും സെക്രട്ടറിയും കൂടി ഇരുന്ന് മിക്കവാറും എനിക്കൊന്ന് ഷുഗർ കൂടാൻ കാര്യം ഇതാണെന്ന് തോന്നുന്നത്. ഈ ബാക്കി വരുന്നതല്ല. കഴിഞ്ഞ ദിവസം എന്തോ ഒരാളെ കണ്ട് നിന്ന് കുടിക്കുക. കാരണം ഇത് ബാക്കി കളയാനൊക്കെ പോകും. എനിക്കൊന്ന് അങ്ങനെയൊക്കെ ആ ഷുഗർ പിന്നെ കൂടുന്നതാണോ എന്ന് എനിക്കൊരു ചിന്തയില്ലാതില്ല. അപ്പൊ ശ്രദ്ധിക്കണം, ബോധിച്ച പോലെ. പക്ഷെ ഇതിന്റെ നടുവിലൊരു കാര്യം പറയാം. ആ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആ കണ്ണുകിലൊന്ന് വായിച്ചായിരുന്നു തോമസ് കുടിച്ച. ആദാം തന്റെ ഭാര്യയായിട്ട് പരിഗ്രഹിച്ചു. അടുത്ത വാക്യം, മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു, തന്നുവെന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. അടുത്തത്, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. എല്ലായിടത്തും തുടങ്ങി ആരാധന. എല്ലാവരും ആരാധിക്കുക, എല്ലായിടത്തും ആരാധിക്കുക. ഞാൻ എതിർക്കുന്നില്ല, എവിടെ ചെന്നാലും ആരാധന. ഏനോശിന്റെ കാലത്ത് ഭയങ്കര ആരാധന. പക്ഷെ ഒരു കാര്യം പറയാം, ആരാധന ഒരു ഭാഗത്ത് കൊടുമ്പുരിക്കണ്ട് നടക്കുമ്പോഴും ആരാധന കഴിഞ്ഞ് ഈ ആരാധിച്ചതിൽ മിക്ക ആൾക്കാരും ബോധിച്ച പോലെ നടക്കുക. അങ്ങനല്ലേ ഇന്നും? 3 മണിക്കൂർ ഭയങ്കര തകർപ്പാ. ഞാൻ എന്നെയും പ്രതിയാക്കിയാ പറയുന്നേ. 3 മണിക്കൂർ പണ്ടേരോ സഭയിൽ ഭയങ്കര ആരാധനയും ചാട്ടവും ഭയങ്കരമായപ്പം ചാടാതിരുന്നൊരു പുള്ളി വലിയ ആനക്ക്, പുള്ളിക്ക് എല്ലാവരെയും അറിയാം. പുള്ളി ഇങ്ങനെ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ബാക്കി എല്ലാവരും ബഹളമാണ്, ചാട്, ഭയങ്കര ആരാധന. അപ്പോൾ പുള്ളി അവിടെ വന്ന് സ്വർഗത്തേക്ക് നോക്കി വെച്ച്, കർത്താവേ ഇപ്പം വരികയെന്നേ 3-4 എണ്ണത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാം, 1.5 കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെ കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അല്ല, അതിനകത്ത് സത്യവുമുണ്ട്. ഈ ആരാധിക്കുന്ന ആ സമയത്ത് നമ്മുടെ മനോഭാവവും നിപ്പും നോട്ടവും ഒക്കെ വളരെ വളരെ അഭിനന്ദനീയമാണ്. അവരെ ആ സമയത്ത് നമുക്ക് എല്ലാവരും ഒന്ന് അതിന് വാക്ക് കിട്ടുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? എല്ലാവരും അഭിനന്ദിക്കാം, ശ്ലാഘിക്കാം. പക്ഷെ ഒരു കാര്യം പെന്തിക്കോസുകാരോടും പറയാം, നീ 3 മണിക്കൂർ ആരാധിച്ചേച്ച് 21 മണിക്കൂർ ബോധിച്ച പോലെ നടക്കരുത്. സ്റ്റേജിൽ നിൽക്കുമ്പോഴേ ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നേ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ 3 മണിക്കൂർ ജീസസ് ഈ കാറിന്റെ വൈപ്പർ അടിക്കും പോലെ, മഴയത്ത് കാറ് പോകും പോലെ. നല്ല കാര്യം, ഞാൻ എന്നെയും പ്രതിയാക്കിയ. ഈ 3 മണിക്കൂർ അല്ല 4 മണിക്കൂർ ഉള്ള ബഹളമല്ല. ആ 4 മണിക്കൂർ കഴിഞ്ഞേ 21 മണിക്കൂറുമല്ല 20 മണിക്കൂറും നീ ആമേൻ സ്തോത്രം ഈ രീതി നിൽക്കണം. നോഹയുടെ കാലത്തെ വിശേഷത, ആമേൻ ആരാധനയുടെ സമയത്ത് ഭയങ്കര അന്തരീക്ഷം. ഇപ്പൊ ഇത് ഒരു കീബോർഡേ ഉള്ളൂ, കുറച്ച് മര്യാദ കൊണ്ട് ചിലടത്ത് 2-3 വെച്ചു.
അത് കുഴപ്പമില്ല, കഴിവുള്ളവൻ ചെയ്യട്ടെ. ഇല്ല ഇപ്പൊ അടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ, അതിനെ ചില്ലെന്ന് കേൾക്കുവിടെ, അതിനെന്നാ പറയുന്നത്, ഡ്രം സെറ്റ്. ഞാൻ എതിരല്ല, അതും വെച്ചോ. മൃദംഗവും ഹാർമോണിയവും തബല എല്ലാം ചെണ്ട വരെ കൊണ്ടുപോവാ, ഞാൻ എതിരല്ല. കാരണം സകല വാദ്യോപകരണങ്ങളും വേണമെന്നാ. എല്ലാം നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷേ ഈ 3 മണിക്കൂറത്തെ ആരാധനയിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞ് ബോധിച്ച പോലെ പോകരുത്. നോഹയുടെ കാലം അങ്ങനെ, ആരാധന തുടങ്ങി, ആരാധിക്കുന്ന സമയത്ത് എല്ലാരും നല്ല ഫൈനാ. പക്ഷെ ആരാധന കഴിഞ്ഞ് 6ാമത്തെ വാക്യം ബോധിച്ച പോലെ, അത് പാടില്ല. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഓരോരുത്തർക്ക് ബോധിച്ചെന്ന ന്യായാധിപന്മാരിലൊക്കെ താങ്കൾക്ക് ബോധിച്ച പോലെ പോയപ്പോൾ തമ്പുരാന് ബോധിച്ചെങ്ങനാ ആണ്ട് ഒരുത്തൻ 2 ഭാര്യയായിട്ട് നടക്കുന്നത്. ആരാ? ഓ ലാമേക്ക് തോമസ് പിടിച്ച 4:19 അല്ലേ? 4:19. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ലാമേക്ക് 2 ഭാര്യമാരെ. ഒന്നിനെ തന്നെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട. നിങ്ങൾ പറയാണ്ട് അപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്ന പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നു. 60, 70 ഒക്കെ ഉള്ള 80 ഒക്കെ ഉള്ളവരാ. നിങ്ങൾ സത്യം പറ, നെഞ്ചത്ത് കൈ വെച്ച് പറ, നമ്മുടെ ഈ ഒരു ഭാര്യയെ ദൈവം നമുക്ക് തന്നതാ. തക്ക തുണയാ. ഉഭയസമ്മതത്തിന്റെ കൊടമ്പടി വാചകത്താൽ ദൈവം തന്നതാ, മരണത്താൽ അല്ലാതെ. ആ ഒരെണ്ണത്തിനെ നിങ്ങൾ പറ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഇത്രയും കൊല്ലം കൊണ്ട് നടന്ന അല്ലേ അല്ലെന്ന് പറ, ആണെന്ന് പറ, എന്തേലും അങ്ങ് പറയച്ചാ, സത്യം പറച്ചാ. ഇല്ലേ? നിങ്ങളെക്കാൾ കഴിവ് കുറവാ, ആരോഗ്യക്കുറവാ, ചിലപ്പോൾ നിറക്കുറവാ, കാശ് കുറവാ, മിടുക്കൊക്കെ കുറവാ. എന്നാൽ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിനെ ഇത്രയും കൊല്ലം സമ്മതിക്കുകയല്ല. അയ്യോ, ഉദാഹരണം പറയാം. ഉദാഹരണമാ, ഉടക്കുണ്ടാക്കാനല്ല. നിങ്ങളുടെ അമ്മയോ പെങ്ങന്മാരോ നിങ്ങളുടെ വീട്ടിൽ 1 മാസം വന്ന് നിൽക്കട്ടെ. നിർത്തുകയല്ല ചിലര്, അബദ്ധത്തിൽ നിൽക്കട്ടെ. അങ്ങനെ നിന്നാൽ ഒടുവിൽ നമ്മൾ അവരെ വിടാൻ നേരത്ത് ഭാര്യയോട് പറയടി, ഞാൻ കൊച്ചമ്മയെ കൊണ്ട് വണ്ടി കയറ്റി വിട്ടേച്ച്. കൊച്ചമ്മയ്ക്ക് തന്നെ പോകാമല്ലേ? ഉടനെ അടുത്ത ചോദ്യം, ഇങ്ങോട്ട് തള്ള തന്നെയാണല്ലോ വന്നേ, പിന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഇളക്കം. ഉടനെ പറഞ്ഞെടി എൻ്റെ മൂത്തത് കൊണ്ടുവിട്, പെട്ടെന്ന് ഇവിടെ വന്നേക്കണം. ഉടനെ വിടാൻ കൊണ്ടുപോയി. വിട്ടേച്ച് തിരിച്ചു വരുമ്പോൾ തള്ള ഗ്രില്ലേ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഉദാഹരണമാ, നിങ്ങൾ ചെയ്തെന്നല്ല. പക്ഷെ ഈ ഇരിപ്പ് കാണുമ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. ചെറിയൊരു ഡൗട്ടുണ്ട്. ഗ്രില്ലേ പിടിച്ചോണ്ട് നിൽക്കുക. എവിടെ കൊണ്ട് വിട്ടു? ബസ് സ്റ്റോപ്പിൽ. ഏത് ബസ് സ്റ്റോപ്പിൽ? അവിടെ. എവിടെ? ഊന്നുകല്ല അല്ല, പിന്നെ എവിടെ? എലമന്തിട്ടേലോ അല്ല, കുഴിക്കാലേലോ, തക്കമേലോ അല്ല, പിന്നെ എവിടെ കൊണ്ടുപോകണം? കോഴഞ്ചേരി. കോഴഞ്ചേരി. എന്തായാലും മേടിച്ചു കൊടുത്തോ? ഞാൻ ചില എന്തോ സാധനം, എൻ്റെ മൂത്ത പെങ്ങളല്ലിയോടി ഞാൻ കൊച്ചമ്മ എന്നെ എടുത്തുകൊണ്ടൊക്കെ നടന്നതാ. ഒരു സാരി മേടിച്ചു കൊടുത്ത്. സാരി കീരി. ഉടനെ വരും കള്ളക്കരച്ചോട്, നിങ്ങൾക്കല്ലേ എന്നോ എനിക്കൊരു ഉണ്ടെന്ന് ചിലതൊക്കെ. എന്നിട്ട് എന്നെ പറഞ്ഞു, കാശ് വല്ലതും കൊടുത്തോ? ഇച്ചിരി കാശും കൊടുത്ത്. നിങ്ങളുടെ ഈ കാശില്ലായിരുന്നല്ലോ, കാരണം കാശെല്ലാം അമ്മമ്മയുടെ ഇല്ല. ഞാൻ ആ കടക്കാരനോട് മേടിച്ചു. എന്നിട്ട് എന്തോ പറഞ്ഞു പോയി. കൊച്ചമ്മ പറഞ്ഞു, ഒക്കെന്നെങ്കിൽ അടുത്ത മാസം ഒന്നുകൂടെ. കൊച്ചമ്മ വരികയും ചെയ്യും, നിന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. അന്നേരം ഈ മറുഭാഷയെല്ലാം അങ്ങ് നിൽക്കും, ഈ ഗ്ലോറി വിക്ടറി ഒക്കെ അങ്ങ് നിൽക്കും. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയും ഒരുപോലെ കരുതുന്ന, ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ ആദരിക്കുന്ന മാന്യ സഹോദരിമാരും ഉണ്ട്. വിരളമാണ്, ഇല്ലെന്ന് പറയത്തില്ല. പ്രശ്നമുണ്ടാകും, ഇല്ലേ? ഒരു ഉദാഹരണം പറയാം.
നമ്മൾ ജോലിക്ക് പോയി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഓടിക്കോ, വണ്ടി ഓടിക്കോ, റോഡ് പണിയോ, അല്ലെ ഓഫീസ് പണിയോ, ബിസിനസ് എന്തുമാകട്ടെ, നമ്മുടെ തിരക്ക് കൊണ്ട് ഉദാഹരണമാണ്, ഭക്ഷിക്കാനൊത്തില്ല. ക്ഷീണിച്ച് അവശനായി വരുമ്പം വീട്ടിൽ നിന്ന് കോള് വരും. എവിടായി? ഞാൻ നാൽക്കാലിക്ക പാലത്തിൻ്റെ അവിടെ ആയി. പിന്നെയും കോള്. എവിടായി? പാലം കഴിഞ്ഞതോട്. നിങ്ങളപ്പോൾ പാലത്തെ നിന്ന് വല്ലവരുടെ വർത്താനം പറഞ്ഞോ? പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഓരോരോ കാര്യം. പാല് മേടിച്ചുകൊണ്ട് വരണം, കൊണ്ടുവരാം. വീട് അടുക്കാറായപ്പം ഇച്ചിരി പച്ചക്കറിയും കൂടെ, ഇതൊക്കെ വീട് ആവശ്യമല്ലേ. അടുക്കാറായി പറഞ്ഞു കൊച്ചിന് ബിസ്ക്കറ്റ് തീർന്നു, അതാണ് നീർ തത്തും പോലെ തത്തുന്നതാ, അതും മേടിച്ചു. നമ്മൾ വളരെ ക്ഷീണിച്ചായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അമ്മയോ പെങ്ങന്മാരോ വീട്ടിലുണ്ട്. അമ്മയുണ്ടെന്നിരിക്കട്ടെ, എല്ലാവരുമല്ല, ചില സഹോദരിമാർ, എല്ലാവരുടെയും കാര്യമല്ല. അമ്മ അതൊക്കെ ഇരിക്കുക സെറ്റിയല്ലേ. നമ്മൾ കയറി വരുമ്പോ അകത്തോട്ട് ചെന്നോണ്ടേ കഥ കങ്കയാരി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തള്ളേനെ ഇവിടെ. ഇന്ന് രാത്രി ഇവരെ ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ എത്ര ബേബി ഡെക്കറോട്ട് വിട്. ബേബി നിങ്ങളുടെ അനിയനല്ലേ, അവൻ നോക്കാൻ മേലേ. ഞാൻ തന്നെ നമ്മൾ മിണ്ടാതെ അമ്മ കേൾക്കും, ഞാൻ മിണ്ടും. എൻ്റെ അമ്മ എന്നെ 10, നിങ്ങളെ മാത്രമല്ല 10, ഞങ്ങളെയൊക്കെ 10. അപ്പം നമ്മളൊരു തരത്തിൽ ഇവളെ ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് മിണ്ടാതിരിക്കും. ഞാൻ നിനക്ക് ചിക്കിങ് മേടിച്ചു തരാം, നിന്നെ ഞാൻ മൂന്നാറിൽ കൊണ്ടുപോകും. മൂന്നാറ്. നമ്മളൊരു പരുവത്തിൽ ഇവളെ പറഞ്ഞ് ഒതുക്കിയ ചിഞ്ഞോട്ട് വരുമ്പോൾ അമ്മ വാതുക്കിയിരിക്കുക. നമ്മൾ ഇറങ്ങി വന്നപ്പം നമ്മൾ ഈ ഭാവവ്യത്യാസം ഇറങ്ങി അമ്മ ജോയിക്കുട്ടിയെ എന്തുവാടാ അവള് പറഞ്ഞേ? അമ്മ അവൾ ചോദിച്ചത് പ്രാർത്ഥനയ്ക്ക് ബണ്ണ് മതിയോ പൊറോട്ട മതിയോ എന്നാ ചോദിച്ചത്. അവൾ അതാന്നോ ചോദിച്ചേ? ഉടനെ അമ്മ ബണ്ണ് മതിയടാ, അതാ എനിക്കും ഇഷ്ടം. അവളതാ പറഞ്ഞ്. അവൾ ബണ്ണ് മതിയെന്നാന്നോ പറഞ്ഞേ? നമ്മൾ പിന്നെ ഇരുചെവി അറിയാതെ അമ്മയെ ഓട്ടോയിൽ കയറ്റി ബേബിയുടെ അവിടെ കൊണ്ടുവന്ന്, അപ്പം ബേബിയുടെ അവിടുത്തെ തള്ള വേറെ കുടുവാളുമായിട്ട് നിൽക്കുക. എന്ത് കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം അമ്മയെ പിണക്കാൻ പറ്റുമോ? ഭാര്യയെ കളയാൻ പറ്റുമോ? സഹോദരങ്ങളെ ഉപേക്ഷിച്ച് അന്നേരം തന്നെ ഒരുത്തൻ 2 എണ്ണത്തിന് എന്തോ കഴിവാ. 2 എണ്ണത്തിന് ഒന്നിനെ നമ്മൾ 2 എണ്ണം. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുക്കൻ ചോദിച്ചു എടുത്തോന്ന്. ഞാൻ പിന്നെ അവനോട് പറഞ്ഞേടാ, എടുത്തെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ 2നെയും കൂടെ എടുത്തെന്നല്ല, അവൻ 2 സ്ത്രീകളെ വിവാഹം കഴിച്ചെന്ന്. അപ്പോൾ പറയാൻ വന്നത് ബോധിച്ച പോലെ നടക്കുക. 2 മാത്രമല്ലോ പിള്ളേരുണ്ടായി ഗുണ്ടായിസം. അടുത്ത വാക്യം, 2 ഭാര്യമാർ ആദയുസല്ലയും യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്ക് പശുപാലകന്മാർക്ക് പിതാവ്. അവന്റെ ബ്രദർ യൂബാൽ. അവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് പിതാവ്. അവന്റെ ബ്രദർ തൂവൽ കയ്യിൽ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ തീർക്കുന്നവൻ. ചുരുക്കി പറഞ്ഞ കല, സംസ്കാരം, ഗുണ്ടായിസം, അവൻ അടി, കേസ്, വഴക്ക്, ഇങ്ങനെ ബോധിച്ച പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോവല്ലോ. അധികം വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ആരാധന തുടങ്ങി. എൻ്റെ ഭാഷ പറയാ 2-3 മണിക്കൂർ ഭയങ്കര ആരാധന കഴിഞ്ഞ് പിന്നെ ബോധിച്ച പോലെ നടക്കുക. അവ 2 ഭാര്യമാരെ ഗുണ്ടായിസം, അടി, കേസ്, വടക്ക്, കോടതി, ബഹളം, എന്തെല്ലാം പ്രശ്നങ്ങളാ. ഇങ്ങനെ ജനം പാപം ചെയ്ത് വഷളത്വം പ്രവർത്തിച്ച് ബോധിച്ച പോലെ നടന്നപ്പോൾ ദൈവം പറഞ്ഞു നോഹയോട് പറയാൻ, ഞാൻ നശിപ്പിക്കും. നീ പെട്ടകം പണിയണം. 300 മുഴം നീളവും 50 മുഴം വീതി 30 മുഴം ഉയരോ ഏകമാം വാതാങ്കനത്തോടെ പെട്ടകം പണിയണം. ആ പെട്ടകത്തിന് ഒരു വാതില്. ഈ പെട്ടകത്തിനകത്ത് മനുഷ്യവർഗം കയറണം. വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കാൻ പോകുക. വെള്ളം കുടിച്ച് മരിക്കാതിരിക്കണമെങ്കിൽ ഈ പെട്ടകത്തിൽ കയറണം. എല്ലാവരും ഒന്നും കയറിയില്ല, വിവരിക്കുന്നില്ല. 8 പേര് കയറി. 8 പേര്. ദൈവം തമ്പുരാൻ വാതിലങ്ങടച്ചു. അവൻ താഴത്തെ ഉറവ ദൈവം തുറന്നു. മേളിലത്ത് വിധാനമുണ്ടാക്കിയിട്ട് വെള്ളം വെച്ചില്ലേ, അത് വന്ന് ദൈവം തുറന്നു. താഴെ നിന്നും മേളിൽ നിന്നും ജലപ്രളയം. അവൻ സ്തോത്രം. പെട്ടകം ഉണ്ടാക്കിയ പുള്ളിയും തച്ചുശാസ്ത്രം പറഞ്ഞ പുള്ളിയും അവൻ ചിന്തേറിട്ട പുള്ളിയും തടിവെട്ടാൻ പോയ പുള്ളിയും അത് ചുമന്നോണ്ട് വന്നവനും ഇതിന് എഞ്ചിനീയറും എന്ന് വേണ്ട സകല എണ്ണോ വെള്ളം കുടിച്ച് ചാകുക.
സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെ, ചമ്മന്തിക്ക് പോലും ഒരെണ്ണത്തിനെ ഇട്ടില്ലെന്ന്. ചമ്മന്തി അരയ്ക്കാൻ പോലും മുഴുവൻ ചത്തു വീർത്ത്. ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്താം. നോഹയുടെ കാലം പോലെ. എന്തുവാ അർത്ഥം? എല്ലാവരും ആരാധിക്കുക, പക്ഷേ പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെട്ടത് എത്ര പേരാ? 8 പേര്. പിന്നെ ആരാധിച്ചവരല്ല എന്ത് ചെയ്യേ? ആരാധിച്ചതല്ലാണ്ട് പിണ്ടിച്ചങ്ങാട് ഒഴുകി നടക്കുന്നത് പോലെ ഒഴുകി നടക്കുന്നു. ഇത് തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ദൈവപ്രമാണമനുസരിച്ച് പ്രമാണത്തിൽ നിൽക്കുന്നവൻ അവിടുത്തെ വരവിൽ എടുക്കപ്പെടും. എന്താ പെന്തിക്കോസിന്റെ ഉപദേശവും പ്രമാണവും? പെട്ടെന്നങ്ങ് പറഞ്ഞു നിർത്തിയേക്കാം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം, തീർന്നില്ല. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. അവൻ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കണം. പോരാ, ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മാനസാന്തരപ്പെട്ട്. അയലത്തുകാരോടൊന്നും വഴക്കുണ്ടാക്കരുത്. നീ ആകളം തുണിച്ചാൽ പോകുകയല്ല. സഹോദരങ്ങളിൽ കൊമ്പ് കോർക്കരുത്, പോക്ക് നടക്കുകയല്ല. കേസ്, കോടതി, വഴക്ക്, പോക്ക് നടക്കുകയല്ല. സഹോദരങ്ങളുടെ വസ്തുവോ അവൻ മറ്റു കാര്യങ്ങൾ അപകരിച്ചെടുക്കരുത്. കള്ളയാധാരം ഉണ്ടാക്കരുത്, പോക്ക് നടക്കുകയല്ല. ആരെയും ചതിക്കരുത്. പാസ്പോർട്ട് കച്ചവടവും വിസ കച്ചവടവും തട്ടിപ്പും വെട്ടിപ്പും നീ മേളിലോട്ട് പോകുകയല്ല. അയലത്തുകാരനെ അതിരുമാന്തരുത്, മേളിൽ പോകുകയല്ല. എന്നെ എല്ലാവരും അങ്ങ് സ്തംഭിച്ചിരിക്കുന്നത്. ഓ, സമയമായല്ലോ, നിർത്തുക. ഏതായാലും ഇത്ര നേരം കേട്ടിരുന്നത് തന്നെ വലിയ കാര്യം. ഒരു കാര്യം പറഞ്ഞ് നിർത്താം. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. നീ അതിനകത്ത് ചെന്ന് പെടരുത്. സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ കാശ് മുടക്കൊന്നുമില്ല. ഇരിക്കുന്ന കിടത്തിരുന്ന്, കേൾക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള യേശു, വിടുവിക്കുവാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, ഉറപ്പ്. യേശു പറഞ്ഞു, 2 ദൂതന്മാര് സാക്ഷിച്ചു, 3 നോഹയുടെ കാലം പോലായിരിക്കും. ആ കർത്താവിന്റെ വരവിനായി ഇന്ന് രാത്രി നമുക്ക് ഒരുങ്ങി. എല്ലാവരും അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഒരു പഴയ പാട്ടിന്റെ 4 വരിയെ പാടുന്നുള്ള, എല്ലാം പാടാൻ നേരമില്ല. നിങ്ങൾ ആദ്യം മുതലേ പാടി ഊപ്പാട് വന്നിരിക്കുക. ഞാൻ വന്നപ്പോൾ കേട്ടു, പാടി നിങ്ങൾ കുടഞ്ഞിരിക്കുക, ഞാൻ കണ്ടു. അതുകൊണ്ട് ഇനി നിങ്ങൾ അതെ കൊണ്ട് പാടിപ്പിക്കുന്നില്ല. സ്തോത്രം. ഒരു 4 വരി പാടാം. ദൈവത്തിന് സ്തോത്രം. പുത്തനേ യെരൂശലേം ശോഭയായി വിണ്ണൊലി വീശിടുന്ന ദർശനം. പുത്തനേ യെരൂശലേം ശോഭയായി കൈയടിച്ചു ഓ വീശിടുന്ന ദർശനം. നിത്യവും ലഭിച്ചു സ്വന്ത ചിത്തവും പരത്തിലാക്കി സ്വർഗം നോക്കി ഞാൻ ഓടുന്നേ. നിത്യവും ലഭിച്ചു സ്വന്ത ചിത്തവും പരത്തിലാക്കി സ്വർഗം കൈയടിച്ച് ചേർന്ന് ഓടുന്നേ. മൽപ്രിയനേ ഇതരേ വന്നു നീ ശുദ്ധരേ കേട്ടിടേനേ. ആമേ മൽപ്രിയേ കൈയടിച്ച് ചേർന്ന് ഓ ശുദ്ധരേ ചേർത്തിടേനേ. ഓ മുൻമുഖം കാണുവാൻ ആശയോ കാത്തുകൊണ്ടെത്രയോ സിദ്ധരും. പൊന്മുഖം കാണുവാൻ ആശയോ അവൻ കാത്തുകൊണ്ടെത്രയോ സിദ്ധരും. സൗമ്യത കിരീപിട ശാന്തരായൊരു മേഘമായി സ്നേഹത്തിൻ വിശുദ്ധിയോടെ സൗമ്യത കിരീപിട ശാന്തരായൊരു മേഘമായി. മൽപ്രിയനേ ആമേനിതരേ ഓ വന്നു നീ ശുദ്ധരേ ചേർത്തിടേനേ. പ്രത്യാശയോടെ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇതുവരെ
എല്ലാവർക്കും പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, ആ കടത്തിണ്ണയിലും സമീപ സ്ഥലത്തും ആ റോഡ് സൈഡിലുമൊക്കെ നിന്ന് കേട്ട ബഹുമാന്യരായ ശ്രോതാക്കൾ, നാട്ടുകാർ, വിശേഷിച്ച് കർത്തൃദാസന്മാർ, എല്ലാവർക്കും നന്ദി. ഓൺലൈനിൽ കേട്ടുകൊണ്ടിരുന്ന ബഹുമാന്യർക്കും നന്ദി.